കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടങ്ങൾ പാലിച്ചല്ല എന്ന നിലപാട് ആവർത്തിച്ച് UGC. പ്രിയ വർഗീസിന്റെ നിയമനം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കി UGC സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഗവേഷണകാലം അധ്യാപനകാലമായി കണക്കാക്കാനാകില്ല എന്നും UGC സുപ്രീം കോടതിയെ അറിയിച്ചു. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, എന്തൊക്കെയാണ് UGCയുടെ വാദങ്ങൾ? സുജയ, സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ UGCയുടെ ഒരു അപ്പീൽ നിലവിലുണ്ട്. കണ്ണൂർ സർവകലാശാലയിലെ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ അപ്പീൽ നിലവിലുള്ളത്. ഈ കേസിലാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഇപ്പോൾ ഒരു സത്യവാങ്മൂലം കൂടി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിലെ കാര്യങ്ങൾ തന്നെയാണ്, അതേ നിലപാട് തന്നെയാണ് ഈ സത്യവാങ്മൂലത്തിലും UGC ആവർത്തിച്ചിരിക്കുന്നത്. പ്രിയ വർഗീസിന്റെ നിയമനം നിയമപരമല്ല എന്ന വാദമാണ്, എന്ന നിലപാടാണ് UGC ആവർത്തിക്കുന്നത്. കാരണം ഇതിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗവേഷണ കാലം അധ്യാപന പരിചയമായി കണക്കാക്കാനാകില്ല എന്നതാണ്. ഈ കാരണത്താൽ തന്നെ അത് പ്രിയ വർഗീസിന് മതിയായ യോഗ്യതയില്ല, അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നേടാനുള്ള ഗവേഷണ അധ്യാപന പരിചയകാലം ഇല്ല എന്നതാണ് UGC വ്യക്തമാക്കുന്ന നിലപാട്. നേരത്തെ പ്രിയ വർഗീസിന്റെ നേരത്തെ നൽകിയ എതിർ സത്യവാങ്മൂലം ഇതിന് നേരെ തിരിച്ചാണ്. താൻ അധ്യാപികയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഗവേഷണത്തിനായി പോയത്, FDP ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനായി പോയത്. അതുകൊണ്ട് തന്നെ ഇത് അധ്യാപനത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന കാര്യമായിരുന്നു പ്രിയ വർഗീസ് ഇപ്പോൾ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതി പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ UGCയും ഡോക്ടർ ജോസഫ് സ്കറിയും നൽകിയ അപ്പീലിൽ പ്രിയ വർഗീസിന്റെ നിയമനത്തിന്റെ സാധുത നേരത്തെ തന്നെ സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് UGC ഇപ്പോൾ വീണ്ടും അതേ നിലപാട് ആവർത്തിച്ചത്. അതായത് പ്രിയ വർഗീസിന്റെ നിയമനം നിയമപരമല്ല, സാധുതയില്ലാത്തതാണ് എന്നാവർത്തിച്ച് UGC സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം.